ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്തതിനെ ബേസ് ചെയ്ത്. ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പലർക്കും അക്സെപ്റ്റ് ആയിട്ടുണ്ട്, റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോയാണ്. കുറേ കുട്ടികൾ നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അതെല്ലാം കണ്ടിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ഓരോരുത്തർക്കായിട്ട് നമുക്ക് കമൻറ്റ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്റ്റുഡൻസിന് കൊടുക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ വന്നിരിക്കുന്നത് LBS പാരാമെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കോഴ്സസിൻ്റെ അപേക്ഷ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് ആണ്. ഇത് പബ്ലിഷ് ചെയ്തവരിൽ അക്സെപ്റ്റഡ് എന്ന് കൊടുത്തിട്ടും റിജക്റ്റഡ് എന്ന് കൊടുത്തിട്ടും ഉണ്ടാകും. അക്സെപ്റ്റഡ് എന്ന് കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് കൺഫർമേഷൻ ബട്ടൺ വന്നിട്ടുണ്ട്. റിമാർക്സ് നിൽ ആണ് എന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ബട്ടൺ കൊടുക്കുക. എൻട്രീസ് ആർ കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് കൺഫർമേഷൻ ബട്ടൺ കൊടുക്കുക. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി റിജക്റ്റ് ആയ കുട്ടികൾക്ക് എന്തായിരിക്കും അതിൻ്റെ റീസൺ? എന്താണ് റീസൺ എന്നുള്ളത് റിമാർക്സ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ അടുത്ത് തന്നെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങളുടെ റിമാർക്സിൽ എന്ത് ഡോക്യുമെൻ്റാണ് നിങ്ങൾക്ക് തെറ്റെന്ന് പറഞ്ഞ് LBS കണ്ടുപിടിച്ചിരിക്കുന്നത്, അത് ശരിയായ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കിക്കൊണ്ട് അക്ഷയയിൽ പോയി നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പലരും ചോദിച്ചു സ്വന്തമായിട്ട് ചെയ്യാമോ? സ്വന്തമായിട്ട് ചെയ്യാം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും റിജക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരികയും LBSൽ നിന്നും തന്നെ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാവരോടും അക്ഷയയിൽ തന്നെ പോയി ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് കുട്ടികൾ കമൻറ്റ് പറഞ്ഞിരുന്നതാണ്, അതായത് LBSൻ്റെതെല്ലാം അക്സെപ്റ്റഡ് ആണ്, എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ ഞാൻ കൊടുത്തത് വെച്ചിട്ട് എൻ്റെ ഡോക്യുമെൻ്റ് വെച്ചിട്ട് എനിക്കറിയാം ഞാൻ കൊടുത്ത ഡോക്യുമെൻ്റ് തെറ്റാണ്, ഞാൻ കൊടുത്ത മാർക്ക് തെറ്റാണ്, ഞാൻ കൊടുത്ത വർഷം തെറ്റാണ്. ഇപ്പോൾ 2024 പാസ് ഔട്ട് ആയവർക്ക് 2026 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ താഴെ പിന്നെയും ഒരു ബോക്സ് ഉണ്ട്, റിമാർക്സ് ഇഫ് എനി. അതിൽ നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റെ ഇന്ന ഡോക്യുമെൻ്റ് ഞാൻ അപ്ലോഡ് ചെയ്തത് തെറ്റാണ്, എനിക്ക് മറ്റു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം, കറക്റ്റ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് അക്ഷയയിൽ പോയാൽ അവർ തന്നെ ടൈപ്പ് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിയ നിങ്ങളുടെ ഡോക്യുമെൻ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, ന്യൂ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ LBSകാർ ഒന്നുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ റീവെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ടുള്ളത് അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഡൗട്ട് എന്തായിരുന്നു? റീവാലുവേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് മാർക്ക് ആഡ് ചെയ്യുന്നതിനെ പറ്റി. റീവാലുവേഷൻ്റെ മാർക്കും ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്കും ആഡ് ചെയ്യാൻ വേണ്ടി അത് ബേസ് ചെയ്തിട്ടുള്ള പുതിയ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് സ്കൂളിൽ നിന്ന് റെഡിയാക്കിക്കൊണ്ട് അത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ വർഷം റീവാലുവേഷൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ആഡ് ആവുകയായിരുന്നു. പക്ഷേ അത് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ഇപ്രാവശ്യം LBSൽ നിന്നും വരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മാർക്ക് ലിസ്റ്റ് പുതിയത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇംപ്രൂവ്മെൻറ്റിൻ്റെതും മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ സ്കൂളിൽ സംസാരിക്കുക. നമുക്ക് ഓഗസ്റ്റ് 3 വരെ സമയമുള്ളൂ. അത് വെച്ചിട്ട് സ്കൂളിൽ നിന്ന് റെഡിയാക്കി തരാൻ വേണ്ടി പറയാം കേട്ടോ. ഇനി റിസർവേഷൻ ബേസ് ചെയ്തിട്ട് വന്ന ഡൗട്ട്സ് ആണ്. പലർക്കും OBC ആണ്, പക്ഷേ EZ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പലർക്കും NRI ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല, എന്നാൽ NRI കോട്ടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അക്ഷയക്കാരിൽ നിന്നും വരുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനിയിപ്പോൾ അക്ഷയയിൽ പോയി ചെയ്യുന്ന സമയത്ത് അവർ ടൈപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൂടി ആയിട്ട് നോക്കുക, റീഡ് ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, പിന്നെ കറക്ഷനുള്ള കുട്ടികൾ കറക്ഷൻ ചെയ്തതിന് ശേഷം കൺഫേം ബട്ടൺ കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സമയം തരും. അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റും പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ വരുള്ളൂ. പലരും ചോദിച്ചു ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ എപ്പോഴാണ് വരുന്നത്? അതൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ്, ഇപ്പോൾ OEC ഫിഷർമാൻ കാറ്റഗറി സ്റ്റുഡൻസൊക്കെ നിങ്ങളത് അപ്രൂവ്ഡ് ആണോ എന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിമാർക്സിൽ ആഡ് ചെയ്ത് അതും തിരുത്താം. ഇനി ഓൾറെഡി LBS കണ്ടുപിടിച്ചിട്ടുള്ള തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും തിരുത്താം. മാർക്ക് നിങ്ങൾക്ക് തിരുത്താം, നിങ്ങൾക്ക് ഡേറ്റ് തിരുത്താം, നൈം തിരുത്താം, അഡ്രസ്സ് തിരുത്താം. ഇതെല്ലാം നിങ്ങൾക്കിപ്പോൾ തിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ പലരും ചോദിച്ചതാണ് ഫോൺ നമ്പർ, മെയിൽ ID. ഇതിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ LBSൽ തന്നെ പോയിട്ട് നിങ്ങളൊരു അപേക്ഷ കൊടുത്ത് റെഡിയാക്കാൻ വേണ്ടി നോക്കാം കേട്ടോ.
പിന്നെ ലാസ്റ്റ് ഡേറ്റ് ചോദിച്ചവർക്കാണ് ഓഗസ്റ്റ് 3 വൈകിട്ട് 5 മണി വരെയാണ് സമയം. അത് കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അത് കറക്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോസ് പ്രോപ്പറായിട്ട് കാണാം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തിരുത്തലുകൾ വരുത്താൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മാത്രം ഈ നടപടികളെല്ലാം നിങ്ങൾ പൂർത്തിയാക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.